പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സങ്കടം പോലും പാടില്ല, നല്ല സന്തോഷത്തിലിരിക്കുക. ഇതൊരു പുതിയ ഉടമ്പടി, പുതിയ ജീവിതത്തിൻ്റെ പ്രവേശനമാണ്. നമ്മൾ പ്രവേശിക്കുക പുതിയ ജീവിതം. സങ്കടങ്ങളൊക്കെ വരുന്ന കാര്യം ദൈവത്തെക്കുറിച്ച് നല്ലൊരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച്, സ്നേഹത്തിനെക്കുറിച്ച് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, ചെറുതായിട്ട് കാണുക ദൈവത്തിനെ, നമ്മളെ സ്റ്റാൻഡേർഡിലേക്ക് കാണുക. പിന്നെ ചിലവർ ദൈവത്തിനൊരു രൂപം കൊടുക്കും. ദൈവം ഈ രീതിയിലാണ്, നമ്മൾ തന്നെ ഒരു സ്കെച്ച് വരച്ച് വയ്ക്കും. ഇതൊക്കെ ശ്രദ്ധിക്കണം. സ്കെച്ച് വരച്ചിട്ട് ചിലപ്പോൾ ദൈവം ഈ രീതിയിലാണ് എന്നെ വന്ന് രക്ഷിക്കാൻ പോകുന്നത്. ദൈവത്തിനത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ആ കണക്കുകൂട്ടൽ തെറ്റുമ്പോൾ നമ്മൾ ദൈവത്തിനെ സംശയിക്കും, വിശ്വാസം കുറയ്ക്കും, വിശ്വാസം കുറഞ്ഞു പോകും. കടബാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് കണക്കൂട്ടുകയാണ്, ആ കൂടി ഒരു മാർഗം, എൻ്റെ ഒരു കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, അത് വിൽക്കണം. അത് വിറ്റ് കഴിഞ്ഞാൽ കടബാധ്യത തീരും. എന്നിട്ട് ദൈവത്തിനെ ആ രീതിയിലാണ് കാണുന്നത്. സ്ഥലത്തിൻ്റെ ബ്രോക്കറായിട്ടാണ് നമ്മൾ ദൈവത്തെ കാണണം. ദൈവം ആ സ്ഥലം വിറ്റ് തരും. എപ്പോഴും അതുമാത്രം പ്രാർത്ഥിക്കണം, എൻ്റെ സ്ഥലം വിൽക്കണേ, സ്ഥലം വിൽക്കണേ. കടബാധ്യത തീരണമെന്നല്ല, ഒന്നുമില്ല, അങ്ങോട്ട് സമർപ്പിക്കുക. അത് പറയില്ലേ അമ്മോ, പലപ്പോഴും മറന്നു പോകും. നമ്മൾ തന്നെ ദൈവത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ വീട്ടിൽ വലിയ പ്രശ്നമാണ്, കല്യാണം കഴിയുന്നില്ല മകൾക്ക്, നമ്മൾ തന്നെ അങ്ങോട്ട് ആലോചിക്കും, ഇവിടെ നിന്ന് നമുക്ക് ചക്കര കിട്ടണം, ഈ ഭാഗത്തിരുന്ന് കിട്ടണം, ഇതുപോലത്തെ ആയിരിക്കണം. അവിടെയും നമ്മൾ ദൈവത്തെ പഠിപ്പിക്കുക. ഒരിക്കലും ചെറുതായിട്ട് കാണരുത് ദൈവത്തിന്. നമ്മൾ ചെയ്യേണ്ടത് കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിക്കുക. എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാം. ഇതെങ്ങനെയാണ് വാക്കുകൊണ്ട് സമർപ്പിച്ചാൽ പോരാ. നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാവോ ഇല്ലയോ, അത് വിഷയം, രണ്ടാമത്തെ വിഷയമാണ്. നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, അതൊന്നുമില്ല. നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മനസ്സ് പഠിക്കണം. അമ്മ മാതാവിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകണം, ഈശോനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. അതാണ്, അതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ബോധ്യമില്ലാതെ ഈ പിള്ളേർ ഈ പാഠപുസ്തകം പഠിക്കുന്ന പോലെ പ്രാർത്ഥന ചൊല്ലിയിട്ട് കാര്യമില്ല. പലപ്പോഴും ഞാൻ നോക്കണ്ടേ, കൗൺസിലിംഗ് നോക്കുമ്പോഴത്തേക്കും പലവരും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആദ്യം ചൊല്ലുമ്പോൾ തന്നെ അതവർക്ക് ബോധ്യമില്ലാതെയാണ് ചൊല്ലണത്. പലവരും എന്നെ ഫോൺ വിളിച്ചിട്ട് പറയും 5 മിനിറ്റ് താമസിച്ച്, 10 മിനിറ്റ് താമസിച്ച്, അപ്പോൾ അത് ചൊല്ലാവോ? അപ്പോൾ ഇതൊക്കെ ഒരു പ്രക്രിയ പോലെയാണ് എടുത്തിരിക്കുന്നത്. അതെന്താണ്? മനസ്സുകൊണ്ട് ദൈവത്തോട് സംസാരിക്കണം. സമയമൊക്കെ കീപ്പ് ചെയ്താണ് ആൾക്കാർ. അതുപോലെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ 5:30 അതിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ മെഷീൻ തെറ്റും. അങ്ങനെയാണ്. സമയത്തിലും കാര്യമുണ്ടെങ്കിലും, പക്ഷെ നിങ്ങൾ ഹൃദയം ഒന്നാകണം. ആ രീതിയിലേക്ക് പോകണം. ദൈവത്തെ മനസ്സിലാക്കണം.
ഇത് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഇത് വെറുതെ അല്ലേ പറയണേ. ഇവിടെ അനേകം ഈ തിരക്കെല്ലാം 2015 ഉടമ്പടിയും ദൈവത്തിനെ പ്രതിഷ്ഠിച്ച ഇതിന് ശേഷമാണ്, ഇവിടെ അമ്മ മാതാവിൻ്റെ അപ്പാരിഷൻ നടന്നതിന് ശേഷമാണ് ഈ തിരക്കൊക്കെ കാണുന്നത്. പക്ഷേ എനിക്ക് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം 2003 അറിയാം. കൊന്തയിൽ വെച്ചുകൊണ്ടാണ് പറയണം. ഇവിടെ എനിക്കറിയാം. ഇവിടെ അത് ബോധ്യപ്പെടുത്തുക. ഞാനും അച്ഛനും കൂടി ഞങ്ങൾ വാടിപ്പെട്ടി പോയപ്പോഴും, വാടിപ്പെട്ടി പോയത് ശരിക്കും ബുദ്ധിമുട്ടി, നല്ല യാത്ര ചെയ്തൊക്കെ പോയി. അവിടെ പോകുമ്പോഴത്തേക്കും അമ്മ അന്ന് ഈ വിഷയം അങ്ങ് സംസാരിച്ചുകൊണ്ട്, മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അച്ഛൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ്, അപ്പോൾ നമുക്ക് കൃപാസനം തന്നെയല്ലേ വാടിപ്പെട്ടിയിൽ പ്രത്യക്ഷപ്പെട്ടായിരുന്നു. ഇല്ല, അവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടില്ല. അവിടെ ഒരു അടയാളം മാത്രമേ ഉള്ളൂ. പണ്ട് വെള്ളമില്ലാത്തപ്പോൾ വെള്ളം വന്നുകൊണ്ടിരുന്നു അവിടെ, അത് മാത്രം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടായി. നമ്മുടെ കൃപാസനത്തിലല്ലേ മഹത്വം, അച്ഛന് പ്രത്യക്ഷപ്പെട്ടതല്ലേ അമ്മ. അവിടെ അങ്ങ് പോയി ഒരു കണക്കിന് വാടിപ്പെട്ടി എത്തിക്കഴിഞ്ഞപ്പോൾ ആ വാതിലിലേക്ക് ചെന്നപ്പോൾ അച്ഛന് കിടക്കാൻ പറ്റുന്നില്ല. വെറുതെ ഇങ്ങനെ അങ്ങ് സംസാരിച്ചുകൊണ്ട് കയറുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്ന 2 പേരും കൂടി അകത്ത് കയറി. അച്ഛൻ അവിടെ നിൽക്കുക. അച്ഛൻ പറഞ്ഞ അമ്മ സമ്മതിക്കുന്നില്ല. എന്നിട്ട് അച്ഛൻ ഒരു 1000 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ, അമ്മയ്ക്ക് അത് കാഴ്ചയിട്ടേക്കണം. ഇവിടെ പ്രതിഷ്ഠീകരണം കൃപാസനത്തിൽ ചെയ്യാമോ പറയുക. അപ്പോൾ ഇതുപോലെ അമ്മ ഇടപെടും. ഇവിടെ വന്ന് 2015 അമ്മ പ്രതിഷ്ഠീകരണം ചെയ്ത്, അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ ഈ അത്ഭുതം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് കൂടുതൽ. 2003 ആദ്യമായിട്ട് ഞാൻ കൃപാസനം എന്നത് മറവക്കാട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് വലിയ പ്രശ്നത്തിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കേസും കാര്യവും, എനിക്കെതിരെ കുറേ പേര് ബിസിനസ്സിൽ രാഷ്ട്രീയക്കാരായാലും മന്ത്രിമാരായാലും DGP എല്ലാം എതിരാണ്. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മളെ മനസ്സിൽ വേണം, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല, നീ മാത്രമേ ഉള്ളൂ. ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മ പലപ്പോഴും നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കൈ ഞാൻ നോക്കാം, നമ്മളെ മനസ്സിലൊരു പട്ടിക കുറിച്ചിടും, ഒരു ലിസ്റ്റ് ഇടും. ഇവരില്ലെങ്കിൽ ഇവരെന്നെ സഹായിക്കും, ഇവരില്ലെങ്കിൽ ഇവരെ ആശ്രയിക്കാം. അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം. അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതും എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാവരെയും അകത്ത് കളയും. നമ്മളിരുന്ന് നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന, ഈ ഭൂമിയിൽ ആശ്രയിച്ചിരിക്കുന്നവരെല്ലാവരെയും, അമ്മ നമ്മളെ സ്വന്തം ആകണമെന്നുണ്ടെങ്കിൽ അവരിലിരുന്ന് അകന്ന് പോയിട്ടാണ് സ്വന്തമാകണം. ആരും സഹായിക്കാനുണ്ടാകില്ല. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമായപ്പോഴത്തേക്ക് അവിടെ ഞാൻ മുട്ടിപ്പോയി നിൽക്കാം. മറവക്കാടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കൃപാസനം അറിയില്ല, കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇത് പറഞ്ഞിട്ടുമുണ്ട് നേരത്തെ. അവിടെ ഞാൻ മുട്ടിപ്പോയി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരു സ്വരം, ദൈവം അങ്ങനെയാണ് സംസാരിക്കുന്നത്. സ്വരം എപ്പോഴും ഹൃദയത്തിലാണ് കേൾക്കുന്നത്. അത് നമ്മൾ അതിന് കാത്തിരിക്കണം. ഹൃദയത്തിൻ്റെ ചെവി തുറന്നിരിക്കണം. ഈശോയെ, അമ്മ നീ എന്നോട് സംസാരിക്കും. വീണ്ടും വീണ്ടും ചോദിക്കണം. നമ്മളെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങോട്ട് കുറേ കാര്യം എഴുതി വെച്ച പോലെ കാര്യങ്ങൾ അങ്ങോട്ട് പോയി പറഞ്ഞിട്ട് മതിയാക്കും. നമുക്ക് പോലും ഓർമ്മയുണ്ടാകില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ചോദിച്ചാൽ നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒരു ലിസ്റ്റ് മനസ്സിലുണ്ടാവും.
അത് ഒരു പദം അങ്ങോട്ട് എഴുതി അങ്ങോട്ട് പറയുക. വീണ്ടും വീണ്ടും എവിടെ പോയാലും മുട്ടിപ്പേ നിന്നാൽ അത് തന്നെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ കാര്യം ചോദിച്ച കാര്യത്തിൽ പ്രശസ്തി ഉണ്ടായില്ല എന്നൊക്കെ അറിയില്ല. എനിക്ക് സമാധാനം വേണം, എൻ്റെ കുടുംബം നന്നായിരിക്കണം, എൻ്റെ മക്കൾ സന്തോഷമായിരിക്കണം, അതിനെ കുറച്ച് ലിസ്റ്റുണ്ട്. അങ്ങനെ ഇല്ല. ഉടമ്പടിക്ക് കയറുമ്പോൾ നമുക്ക് ഒരു ധാരണ ഉണ്ടാകണം, ഒരു നിലപാട് ആണ്. ദൈവം എൻ്റെ സ്വന്തമാണ്. അപ്പോൾ സംസാരിക്കുക, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കണം, ദാഹം ഉണ്ടാകണം. അമ്മയോട് പറയണം, എന്നോട് നീ സംസാരിക്കുക. അതിന് ആദ്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം, അമ്മ സംസാരിക്കുന്ന. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ്, എനിക്കന്ന് കൊന്തചൊല്ലാനോ കാര്യമൊന്നും അറിയില്ല, ഒരു പ്രാർത്ഥന അറിയില്ല. നന്മ നിറഞ്ഞ മരിയമ്മ പോലും അറിയാത്ത കാലമാണ്. ബൈബിളുണ്ട്, ഇതുപോലെ ഒരു ബൈബിൾ എപ്പോഴും ഉണ്ടാകും. ബൈബിൾ വായിക്കും. എന്നിട്ട് മാതാവിൻ്റെ മുമ്പിൽ പോയി അമ്മയെ കാണുന്ന പോലെ, എൻ്റെ സ്വന്തം അമ്മയെ കാണുന്ന പോലെ അങ്ങനെ ഇരിക്കും. കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയും. അപ്പോൾ ഹൃദയത്തിൽ സ്വരം കേട്ട് കൃപാസനത്തിലേക്ക് പോവുക. ഇത് തന്നെയാണ് കേട്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ബാഗ് ഉണ്ടാവും, ഓഫീസ് ബാഗ് ഉണ്ടാവും, ഒരു ബൈക്കുണ്ട്, ബൈക്കിലാണ് വന്നെ. അപ്പോൾ കൃപാസനത്തിൽ നമുക്കൊരു സ്വരം കേട്ട് അതിലൊരു തിന്മയില്ലെങ്കിൽ അത് ദൈവം സംസാരിച്ചതെന്ന് വിചാരിച്ചു. ദൈവം സംസാരിച്ച് നമുക്ക് സംശയം വരും, ഇത് ദൈവം സംസാരിച്ചാണോ ഇല്ലേ. അത് നന്മയാണെങ്കിൽ അത് ദൈവം സംസാരിച്ചാൽ. നീ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടാൽ അങ്ങോട്ട് വിശ്വസിച്ച് പ്രവർത്തിക്കുക. ഞാൻ ബൈക്കെടുത്ത് പുറത്തു പോയി ചോദിച്ചു, ഈ കൃപാസനം എവിടെയാണെന്ന്. അപ്പോൾ ഒരേ വഴി പറഞ്ഞെന്ന്, ഈ തുറവൂർ വഴി അങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും അന്ന് ഈ ഹാളിൽ കുറച്ച് പേര് ലൈനായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട. അച്ഛനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നതാണ്. അത് അച്ഛനാണെന്ന് പോലും എനിക്കറിയില്ല, അന്നൊന്നും കാവി ഇട്ടിരിക്കുക. അപ്പോൾ അച്ഛനെ ഓരോരുത്തരെ ഇങ്ങനെ ബ്ലസ് ചെയ്യണം. ഞാൻ ഈ ആരാധന നിലയത്തിൽ പോയി അവിടെ മുട്ടിപ്പേ നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയില്ല, മുട്ടിപ്പേ ഇങ്ങനെ നിൽക്കുക. ഇവിടെ തിരക്കല്ലേ, കുറച്ച് അവിടെ വരെ ഉള്ളൂ, വലിയ തിരക്കുമില്ല, ഇത്രയുണ്ട്. അപ്പോൾ അവിടെ പോയി നിന്നപ്പോൾ എന്നോട് അതേ സ്വരം കേട്ട് അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഞാൻ പറയണം. അമ്മ ഇവിടെ ജീവിക്കുക. കുറേ പേര് അറിഞ്ഞത് ഇപ്പോഴാണ്, അമ്മയുടെ സ്ഥലമാണ്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതേ സ്വരം, ഒരു 25,000 രൂപ എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാൻ, ഇത്രയും ക്ലാരിറ്റിയോടെ. അത് 25,000 എന്ന് തന്നെ പറഞ്ഞാൽ, ഞാൻ അവിടെ ഇരുന്ന് തന്നെ എൻ്റെ ബാഗിൽ കാശുണ്ട്, ഞാൻ എണ്ണി ഒരു പേപ്പറുണ്ട്, എൻ്റെ ലെറ്റർ പാഡ്, അതിൽ പൊതിഞ്ഞ് ഇങ്ങനെ പോക്കറ്റിൽ വെച്ച് അവിടെ പോയി ലൈനിൽ നിന്ന്. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ അപ്പോഴാണ് മനസ്സിലായത് അച്ഛനാണെന്ന് മനസ്സിലായത്. അച്ഛൻ്റെ തലയും കൈ വെച്ച് ഞാൻ പോക്കറ്റിൽ ഇരുന്ന് ഈ 25,000 എടുത്ത് അച്ഛൻ്റെ കൈ കൊടുത്ത് ഞാൻ പറഞ്ഞ്, എനിക്ക് അവിടെ നിന്നൊരു സ്വരം കേട്ട് 25,000 അച്ഛനെ ഏൽപ്പിക്കാൻ പറഞ്ഞ അതാണെന്ന്. അച്ഛൻ നിൽക്കാൻ പറഞ്ഞു എന്നോട്. എന്നിട്ട് തിരക്കുക. പിന്നെയാണ് ഒരാഴ്ച കഴിഞ്ഞ് അച്ഛൻ വരാൻ പറഞ്ഞ് ഞാൻ വന്നപ്പോഴാണ് അച്ഛൻ പറയണത്, അമ്മയാണ് നിന്നോട് സംസാരിച്ചത്. അന്ന് വന്ന ദിവസം മാതാവിനെ പ്രതിഷ്ഠിച്ച 1-ാം ആണ്ടാണ്, 1 കൊല്ലമാണ്. അന്നത്തെ ദിവസമാണ് ഇവിടെ റാലി നടന്ന് ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ വണ്ടിക്ക് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ് 25,000 രൂപ ചെയ്തതായ പൈസ വന്നില്ല, അയാൾ വന്നില്ല. ഇവിടെ പൈസയുടെ കുറവുണ്ട്. ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ വണ്ടിക്കാരൊക്കെ പറഞ്ഞു വിടണം, അതിന് 25,000 രൂപ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ 2 മണിക്കൂറായിട്ട് അവർ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് മാതാവ് എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി അമ്മയുടെ സ്ഥലമായത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അതുമാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞ് അച്ഛൻ ആദ്യമായിട്ടാണ് എനിക്ക് ഈ ജപമാല ചൊല്ലാനുള്ള സ്ലിപ്പ് എനിക്ക് തരുന്നത്. സ്ലിപ്പ് അന്ന് ജപമാല ഇങ്ങനെ ചൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം പഠിപ്പിച്ച് തന്ന്
എന്നിട്ട് ബൈബിൾ എങ്ങനെ വായിക്കണം അതെല്ലാം അച്ഛനാ പറഞ്ഞു തന്നെ. എന്നിട്ട് അച്ഛനോട് പരിചയപ്പെട്ടപ്പോഴാണ് കുർബാനയോടുള്ള സ്നേഹം, കുർബാനയെ എങ്ങനെ സ്നേഹിക്കണം. ജ്ഞാനസ്ഥാനം എടുത്തിട്ടില്ല ഞാൻ അന്ന്. ഇത് 2003 2011 ജ്ഞാനസ്ഥാനം എടുക്കുന്നത്. പക്ഷേ കുർബാനയോടുള്ള സ്നേഹവും അതിൻ്റെ മഹത്വവും ഇതെല്ലാം പഠിച്ച് 2004 ആയപ്പോഴത്തേക്കും ഞാനും അച്ഛനും പിന്നെ അച്ഛനായിട്ട് അടുപ്പമായി. ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ സമാധാനം. ഇപ്പോൾ ഒരു ദിവസം മെസ്സേജ് എടുത്തിട്ട് അച്ഛൻ പറഞ്ഞ്, നിനക്കെതിരെ CBI ഇൻവെസ്റ്റിഗേഷൻ വരാൻ പോവുകയാണെന്ന് പറഞ്ഞു. 2004 പറഞ്ഞു. അമ്മ പറയണ 2004 അമ്മ പറയണ CBI കേസ് വരുമെന്ന്. അപ്പോൾ വലിയ വിഷമമായി. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പക്ഷേ കൃപാസന മാതാവ് രക്ഷിക്കുമെന്ന്. 2008 CBI കേസ് അതേപോലെ എനിക്കെതിരെ CBI കേസ് വന്നു. ഇവരെല്ലാം കൂടി കള്ളക്കേസ് കൊടുത്ത് 2008 വന്നു. CBI കേസ് മാത്രമല്ല 18 കള്ളക്കേസ് വേറെയും കൊടുത്ത് 10-18 കേസാണ്. പക്ഷെ ഈ 4 കൊല്ലം അമ്മ എന്തിനാ ആദ്യമേ പറഞ്ഞത്, അമ്മ ആദ്യമേ പറഞ്ഞതെന്ന്. അപ്പോൾ ഒരു സമാധാനം, അമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന്. ഈ 4 കൊല്ലം കൊണ്ട് അമ്മ എന്നെ പ്രാർത്ഥന പഠിപ്പിച്ചെടുത്ത് അമ്മയായിട്ട് അടുപ്പം കൂടുതലായി. പ്രൈസ് ദി ലോർഡ്. ഈ കേസെല്ലാം 18 കേസിൽ ദൈവം പറയുന്നത് ലൂക്ക 12:6 നിൻ്റെ ഓരോ മുടികൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. അത്രയും കരുതലുള്ളതാണ്. എന്നോട് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരോടും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ദൈവത്തിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഇത് സിമ്പിളായിട്ട് പറയണില്ല. CBI ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ തീക്ക് നടുവേ കൂടി നടന്നു പോകണം. SIA 43:2 പറയുന്നത്, നീ തീ കൂടി നടന്നു പോയാലും നിനക്ക് ചൂട് അനുഭവപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിൻ്റെ കൂടെയാണ് നടന്നു വരുന്നത്. ഈ കേസ് എല്ലാത്തിലും ഒരു പോറൽ പോലും ഏറ്റില്ല. CBI കേസിൽ എനിക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്ത ആൾ ഹൈക്കോടതി വെച്ചാൽ CBI കേസ് വന്നാണ്. ഇത് എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് CBI കേസ് എനിക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്ത ആൾക്ക് തിരിച്ച് എതിരെ കേസായിപ്പോയി. കേസ് അങ്ങനെ തന്നെ അവർ രജിസ്റ്റർ ചെയ്ത് അവർക്കെതിരെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെയാണ് നമ്മളമ്മ. അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതെല്ലാം ആരാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്നറിയോ? നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഇത് ദൈവമായിട്ട് ശരിക്കും സ്വന്തമാകുകയാണ്. നിങ്ങളെ ബന്ധം ശക്തിപ്പെടുക. പക്ഷേ ഒരാൾ അവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. സാത്താൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. സാത്താൻ്റെ പരിപാടി ഇത്. അപ്പോൾ 2 പ്രദേശമാണ്. ഒന്ന് ദൈവത്തിൻ്റെ പ്രദേശം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ സ്ഥലം, സാത്താൻ്റെ സ്ഥലം. സാത്താൻ ശ്രമിക്കുന്നത് എപ്പോഴും എന്താ കാര്യമെന്ന് വെച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉടമ്പടി എടുക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഉറപ്പായിട്ട് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തോരം ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രദേശം സ്ഥലത്തിലിരുന്ന് സാത്താൻ്റെ പ്രദേശത്തിലേക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എപ്പോഴും സാത്താൻ ശ്രമിക്കുന്നത്, ഇവിടെ നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ സാത്താനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് കഴുകനല്ലേ, ഈഗിൾ, പറന്ത്. അത് അതിൻ്റെ ഇരയെ പിടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? തരയിൽ വെച്ച് അത് ആക്രമിക്കില്ല. അത് പൊക്കി ആകാശത്തിലേക്ക് കൊണ്ടുപോകും, അതിൻ്റെ പ്രദേശത്തിലേക്ക് കൊണ്ടുപോകും. പാമ്പിനെ ആയാലും മീനിനെ ആയാലും വെള്ളത്തിലിരുന്ന് പൊക്കിയെടുക്കും. വെള്ളത്തിൻ്റെ അകത്ത് മീന് ശക്തിയുള്ളതാണ്, അതിൻ്റെ പ്രദേശത്തിൽ അതിന് ശക്തിയാണ്. അപ്പോൾ അതിനെ പൊക്കി അതിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, ആകാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ബലഹീനതയിലേക്ക് വരും, അത് പരാജയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇത് ഡിസ്കവറി ചാനലിലൊക്കെ ആടിനെ പറന്ന് പൊക്കിക്കൊണ്ടുപോകും. ആടിനൊക്കെ
കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോയി അത് താഴെ വയ്ക്കില്ല, മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പം തന്നെ ബലഹീനതയിലേക്ക് പോകും. ഇത് തന്നെ സംഭവിക്കും. എൻ്റെ ജീവിതത്തിലും ഒരു പ്രാവശ്യം എനിക്ക് അച്ഛനോട് ദേഷ്യം വന്ന് ഇനി കൃപാസനത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞ ഒരു തീരുമാനമെടുത്തത് ഞാൻ. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രാവശ്യം ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ കോയമ്പത്തൂരാണ്, കുറേ അങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് അച്ഛൻ ഫോൺ എടുത്തില്ല. റിങ്ങടിക്കണം, ഫോൺ എടുക്കുന്നില്ല. അച്ഛൻ തിരക്കിലായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ സ്വാർത്ഥതയാണ്. എന്നിട്ട് ഞാനിവിടെ കൃപാസനത്തിൽ ഒരു ബ്രദറിനെ വിളിച്ച് പറഞ്ഞ് അച്ഛനെ അത്യാവശ്യം വിളിക്കാൻ പറയണമെന്ന്. ബ്രദർ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും വിളിക്കുന്നില്ല. എന്നിട്ട് ഞാൻ പിന്നെ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ്റെ ഫോൺ കോൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛനെ അറിയാം ഞാൻ എന്തായാലും വിളിച്ചത്, തിരിച്ച് വിളിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ കാലത്തോട്ട് വൈകുന്നേരം വരെ വിളിച്ച് ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് എനിക്ക് അമ്മ മാതാവുണ്ടല്ലോ, എന്തിനാ അച്ഛനായിട്ട് എന്തിനാ ബന്ധം, എന്തിനാ കൃപാസനം? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ഇവിടെ നിന്ന് ചൊല്ലിയാൽ പോരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി അച്ഛനെ വിളിക്കരുത്, അങ്ങോട്ട് പോവുകയും ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. പോവുകയും ചെയ്യണ്ടെന്ന് പറഞ്ഞ് തീരുമാനം എടുത്തപ്പോൾ സാത്താന് സന്തോഷം, ആ സന്തോഷം എനിക്കും കാണിച്ചെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുക. എന്തായാലും ഇനി പ്രശ്നമില്ലല്ലോ, ഞാൻ ഒരു തീരുമാനം എടുത്തല്ലോ. ഞാനിങ്ങനെ എൻ്റെ സോഫയിൽ ഇരുന്നിട്ട് ടി വി ഓൺ ചെയ്ത് ടി വിയിൽ ഒരു ചാനൽ ഓപ്പണായി. അതിൽ കാണുന്നത് അതാണ് മാതാവേ. മാതാവ് ഒരിക്കലും സംരക്ഷണം ഉണ്ടാവും. മാതാവ് നമുക്ക് എപ്പോഴും സംരക്ഷണം ഉണ്ടാവും. മാതാവായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അടുത്ത് നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വലിയ പ്രാർത്ഥനയൊക്കെ ചൊല്ലി വലിയ പ്രാർത്ഥനക്കാരായി കുറേ കാണാപ്പാടം പഠിച്ച് അങ്ങനെ ചൊല്ലി ഇങ്ങനെ ചൊല്ലി കുറേ ഒരു 4-5 കൊന്തയൊക്കെ ഇട്ട് ബൈബിളും കൈ പിടിച്ച് കൊണ്ടൊന്നുമില്ല. എനിക്കൊന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഈ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അമ്മ. എനിക്ക് പ്രാർത്ഥിക്കാൻ യോഗ്യതയില്ല. അതാണ് ഏറ്റവും വലിയ യോഗ്യത. ഞാൻ പാപിയാണ്. എപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴോ എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കാൻ എനിക്ക് യോഗ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ലിസ്റ്റ് ഉണ്ടാക്കും, യോഗ്യതയുടെ ലിസ്റ്റ്. ഞാൻ കുമ്പസാരിച്ചിട്ട് 2 ആഴ്ചയായി. പ്രൈസ് ദി ലോർഡ്. കുമ്പസാരിക്കണം. 2 ആഴ്ചയിൽ കുമ്പസാരിച്ചില്ലെങ്കിൽ സാത്താൻ്റെ പിടിയിലായിരിക്കും. എന്നിട്ട് കുർബാനയ്ക്ക് പോയി. സൽപ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം അങ്ങോട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ഇപ്പം കേട്ടല്ലേ പറ്റൂ, അതില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൊല്ലണം. ദൈവമായിട്ട് അടുക്കുന്നതാണ്. സ്വന്തം അമ്മയെപ്പോലെ മാറി നിന്നിട്ടിങ്ങനെ എനിക്കൊന്നും സാധിക്കില്ല, എനിക്കൊന്നും അറിയില്ല, ഇതിനെങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് അറിയില്ല, നീ നോക്കിക്കോ. എനിക്ക് ചെറിയ കുട്ടികളായി മാറണം. നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളായില്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ഇല്ല. അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയന്ത്രണമാണ്, ദൈവത്തിൻ്റെ തിരുമനസ്സ് നടപ്പിലാക്കുന്നതാണ് സ്വർഗരാജ്യം. ദൈവം രാജ്യം ചെയ്യുന്നതാണ്. അപ്പോൾ ദൈവം നിങ്ങളെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ കുഞ്ഞായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. എനിക്കൊന്നും അറിയില്ല. പരിപൂർണമായിട്ട് ആശ്രയിച്ച് നിൽക്കണം. എല്ലാ കാര്യത്തിലും ആശ്രയിക്കണം. നമുക്ക് സങ്കടം എന്നത്, ദേഷ്യം എന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആശ്രയമില്ലാത്തതുകൊണ്ടാണ്. ദൈവം നോക്കും, ദൈവത്തിലേക്ക് അങ്ങ് വിട്ടിരിക്കാമെന്ന് നമുക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. ഭർത്താവ് എന്തെങ്കിലും ചെയ്ത് ദേഷ്യം വന്ന്, എന്തെങ്കിലും പ്രതികൂലമായിട്ട് സംഭവിച്ച് ഉൾക്കണ്ട വന്ന് സങ്കടം വന്ന്, അത് ആശ്രയിച്ച് നിൽക്കാത്തതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് തന്നെ സംഭവിച്ചാലേ എൻ്റെ ദൈവം നോക്കിക്കോളും. അപ്പോൾ ഞാനിത് ടി വി ഇങ്ങനെ ഓണാക്കിയപ്പോൾ അതിൽ കാണുന്നത് കുറേ വിറക് തീ ഇങ്ങനെ ആഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം അപ്പം ആ സ്പോട്ടിൽ കാണിച്ചറിയാം. ഞാൻ ഈ കൃപാസനത്തിൻ്റെ
പിശാച് എനിക്ക് തോന്നിപ്പിച്ചതാണ്. നമ്പർ അങ്ങോട്ട് ഞാൻ ബ്ലോക്ക് ചെയ്ത്, അതാണ് അച്ഛൻ്റെ നമ്പർ അങ്ങോട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്പർ ബ്ലോക്ക് ചെയ്തപ്പോൾ ഒരു സമാധാനം, എന്തായാലും എന്നെ കാലത്തോട്ട് വിളിച്ചല്ലോ, ഇത്രയും ഞാൻ വിളിച്ചിട്ട് എന്നെ വിളിച്ചല്ലോ തിരിച്ചെന്ന്. എന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ തീ ഇങ്ങനെ ആഞ്ഞ് കത്തുകയാണ്. അപ്പോൾ കുറേ വിറകുകളുണ്ട്, അതിൽ ഒരു വിറക് ഇങ്ങോട്ട് താഴെ വീണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. എന്തിനാ അത് കാണിച്ചോന്നൊന്നും എനിക്കറിയില്ല. ഇനി അങ്ങനത്തെ ഒരു പിക്ചർ ഉണ്ടാകുന്ന പോലും അറിയില്ല. ഇത് മാതാവ് കൊണ്ടുവന്നതെന്ന് അറിയില്ല. ടി വിയിൽ ഇത് കാണുക, എങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ഒരു വിറക് മാത്രം, ബാക്കിയെല്ലാം കത്തിക്കൊണ്ടിരിക്കുക. ഒരെണ്ണം വീണ് അത് പതുക്കെ തീ അങ്ങോട്ട് അണഞ്ഞ് അത് ചാരമാകാൻ തുടങ്ങി. പിന്നെ കരിക്കട്ട പോലെയായി തീർന്ന്. പ്രൈസ് ദി ലോർഡ്. ആ കരിക്കട്ടയിൽ ഞാൻ എൻ്റെ മുഖമാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. അന്ന് മാതാവ് കാണിച്ചു കൊടുത്തത്, നീ പുറത്താണെങ്കിൽ പുറത്ത് കരിക്കട്ടയായി പോകും. ജ്വലിച്ച് നിൽക്കുന്ന വിറക് തീയിലിരുന്ന് നീ കരിക്കട്ടയാകാൻ പോയാന്ന്. ഞാനങ്ങോട്ട് ഫോൺ ബ്ലോക്ക് മാറ്റി മുട്ടിപ്പേ നിന്ന് എന്നിട്ട് ഞാൻ അടുത്ത ദിവസം അച്ഛനെ വിളിച്ച് അച്ഛൻ ഫോൺ എടുത്ത്, എന്നിട്ട് അച്ഛനോട് ആദ്യം ഈ കാര്യം പറഞ്ഞു. അച്ഛൻ ചിരിച്ച്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ പറയേണ്ട കാര്യമില്ല, അമ്മ മാതാവ് പഠിപ്പിച്ചു തന്നു. എന്ത് തന്നെ സംഭവിച്ചാൽ നമ്മളുടെ പലവരും സാത്താൻ തോന്നിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടില്ല, നിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് കുറേ ദിവസം ആകുമ്പോൾ നമ്മൾ തന്നെ ഒരു കണക്കൂട്ടിയിടും. ഇന്ന് എനിക്കിത് നടന്നിരിക്കണം, ഇത് നടന്നില്ലെങ്കിൽ തീർന്നു. വിശ്വാസം അങ്ങോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, പിശാച് വരുന്നത് അവൻ നുണയനാണ്. അവൻ വരുന്നത് നശിപ്പിക്കാനോ കൊല്ലാനോ ആണ്. യോഹന്നാൻ 10:10. അപ്പോൾ അവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കുടുംബത്തിൽ തന്നെ ഭർത്താവ് ഭാര്യയെ പ്രലോഭിച്ചിട്ട് എന്തെങ്കിലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയോ അവമാനിക്കുകയോ ചെയ്യും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് സാത്താൻ്റെ പ്രവൃത്തിയാണ്. സാത്താൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ല പ്രാർത്ഥനയിലാണെങ്കിൽ ഈ പ്രലോഭനം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാക്കിച്ചിട്ട് നിങ്ങളെ കൂടി ആ പ്രദേശത്തിലേക്ക് വലിക്കും. ദൈവസാന്നിധ്യത്തിലിരുന്ന് അകത്തിക്കളയും. അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഇല്ലെന്ന് ഇപ്പോൾ വേറെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഫോൺ വിളിക്കും. ആരെങ്കിലും നിങ്ങളെ കൂട്ടുകാരാരെങ്കിലും ഫോൺ വിളിക്കും. ഫോൺ വിളിച്ചിട്ട് ഒരാളെ കുറച്ച് കുറ്റം പറയും. അപ്പം ശ്രദ്ധിച്ചോളണം. കുറ്റം പറയണമെങ്കിൽ സാത്താൻ കണി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങളും കുറ്റം പറയും, ദൈവ സാന്നിധ്യത്തിലിരുന്ന് അകന്നു പോവും. അപ്പോൾ സാത്താൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അവൻ കള്ളനാണ്, കക്കാൻ വരെയാ. അവൻ എന്താ കക്കുന്ന? ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഇരുന്ന് കട്ടുകളയും. രണ്ടാമത്തത്, നിങ്ങളെ കൃപ നഷ്ടപ്പെടുത്തും. നിങ്ങൾ അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരാളെ കുറച്ച് കുറ്റം പറയുമ്പോൾ ഇത് എഴുതി വെച്ചോ, ഇത് ഇങ്ങനെയാണ് പരിശോധിച്ച് നോക്കേണ്ടത്. നിങ്ങൾ ഒരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോഴും അവമാനിക്കുമ്പോഴും ഇല്ല, നിങ്ങളെ ന്യായപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ യമ ദേഷ്യപ്പെടും. അപ്പോൾ സാത്താൻ തോന്നിക്കും, നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ, നിന്നെ ന്യായപ്പെടുത്താനല്ലേ നീ ചീത്ത വിളിച്ചത്, കുഴപ്പമില്ലെന്ന്. ചീത്ത വിളിച്ച, നീ കുറ്റപ്പെടുത്തിയ, അപ്പോൾ ദൈവസാന്നിധ്യത്തിരുന്ന് നീ അകന്നുപോയി എന്നുള്ളതാർത്ഥം. എന്നിട്ട് അത് നഷ്ടപ്പെടുത്തുന്നത് കൃപയെയാണ്. കൃപയെ നഷ്ടപ്പെടുത്തി കളയും. കൃപ എന്താ? നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ല, സന്തോഷം നഷ്ടപ്പെടും, സമാധാനം ഉണ്ടാകില്ല. അത് കഴിഞ്ഞ് ചെയ്യുന്നത് അവൻ കൊല്ലാനാണ് വരുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവിനെ അവൻ കൊന്നുകളയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കണം. നമുക്കെല്ലാം സംഭവിക്കും. വീട്ടിൽ ചിലപ്പോൾ ഈ സാത്താൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രശ്നം പലൊരു അനുഭവം ഉണ്ടാകും. കൗൺസിലിങ്ങിൽ ഞാൻ കുറേ കേൾക്കുന്ന, വഴക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ അവസാനിക്കുമെന്നറിയില്ല ഭാര്യ ഭർത്താവ് തമ്മിൽ. അത് എവിടെ അവസാനിക്കുമെന്നറിയാത്ത രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രദേശത്ത് ഇരുന്ന് സാത്താൻ്റെ പ്രദേശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്.
ഒരു വഴക്ക് തുടങ്ങിയാലും, ഒരു സങ്കടം വന്നാലും, ഒരു പേടി വന്നാലും, നിങ്ങൾക്കൊരു ഡിപ്രഷൻ വന്നാലും നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലില്ല. ദൈവത്തിൻ്റെ പ്രദേശത്തിരുന്ന് എന്നെ സാത്താൻ അവൻ്റെ പ്രദേശത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പം ചെയ്യേണ്ട കാര്യം, ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ട് തിരിച്ചു വരിക? പ്രൈസ് ദി ലോർഡ്. അത് നോട്ട് ചെയ്യണം. ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത്രയും മനസ്സിലാക്കിയോ? ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയെ കൂടുമ്പോൾ നിങ്ങൾ എങ്ങനെയും നിങ്ങളെ പ്രാർത്ഥന നശിപ്പിക്കാൻ പല കാര്യങ്ങൾ സംഭവിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴെല്ലാം ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അത് ചൂണ്ടയിടുന്ന പോലെയാണ്. സാത്താൻ ചൂണ്ടയിട്ട് നോക്കും. ചെറിയ പുഴുവിനെ ഇട്ടിട്ട്, ചെറിയ മീനിനെ ഇട്ടിട്ട് അങ്ങോട്ട് ചൂണ്ടയിട്ട് കൊടുക്കും. നമ്മൾ അതിലേക്ക് കയറി കൊത്തും, അതിലേക്ക് ഉറങ്ങും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദേഷ്യപ്പെടും, ചീത്ത വിളിക്കും, പ്രശ്നമായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എടുക്കുന്നവരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നീ എപ്പോഴും ചെറുതായിരിക്കണം. നീ ചെറുതാകാൻ പഠിക്കണം. ഉടമ്പടി എടുക്കുന്നത് ഇതൊരു ജീവിതമാണ്, പുതിയൊരു ജീവിതമാണ്. ഇത്രയും കാലം നീ എന്തായിരുന്നു അതില്ല. നിനക്ക് ദൈവത്തെ അനുഭവിക്കണം, ദൈവത്തിൻ്റെ സ്വന്തമാകണം, സാത്താനിരുന്ന് രക്ഷപ്പെട്ട് നിൽക്കണം. നീ ചെറുതാകണം, വലുതാകാൻ നിൽക്കരുത്. നെഞ്ചും വിരിച്ച് നിൽക്കേണ്ട കാര്യമല്ല, എളിമപ്പെട്ട് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചാലും നീ മിണ്ടരുത്. ഹല്ലേലൂയ. തിരിച്ച് മിണ്ടരുത്, മിണ്ടാതിരിക്കുക. മിണ്ടിപ്പോയി, സംസാരിച്ചു പോയി, അപ്പോൾ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ മിണ്ടൽ നിർത്തുക. എന്തൊക്കെ സംഭവിച്ചാലും ചെറുതാകണം. എങ്ങനെയാണ്? ഞാനാണ് തെറ്റ് നീ ചെയ്തിട്ടില്ലെങ്കിലും ഏറ്റെടുക്കുക, ഞാൻ തെറ്റുകാരനാണ്, എന്നോട് ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് തിരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരാനുള്ളതാണ് ഞാൻ പറയുന്നത്. അതെല്ലാം സംഭവിച്ചു പോയല്ലോ, നീ സംസാരിച്ചു പോയല്ലോ, ഇന്ന് സംസാരിച്ചു പോയി, നീ തെറ്റ് ചെയ്തു പോയാലും പിന്നത്തെ കാര്യം ഞാൻ പറയണം. പിന്നെ അതിനെക്കുറിച്ച് ഒരു കാര്യം ചെയ്യണം, എപ്പോഴും ബൈബിൾ അടുത്ത് വെക്കണം. വീട്ടിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, ആ ഒച്ചയും ബഹളം എല്ലാം തൂക്കി വലിച്ചെരിയാണ്. ചിലപ്പോൾ ഭാര്യ ആയിരിക്കാം ഇതുപോലെ ചെയ്യുന്ന, ഭർത്താവായിരിക്കും ചെയ്യുന്ന, എല്ലാം വലിച്ചു കിടക്കുക, പുറത്തുള്ള ആൾക്കാരൊക്കെ കാണുക, അങ്ങനെ നടക്കുക. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെ, അതുപോലത്തെ സാഹചര്യം ഈ പിശാച് സൃഷ്ടിക്കും. പുറത്ത് നമുക്ക് തല കാണിക്കാൻ പറ്റില്ല, ഒച്ചയും ബഹളമായി. നീ എങ്ങനെയാണ് പുറത്തിറങ്ങും, ഇതെപ്പോൾ അവസാനിക്കും എന്ന് പറഞ്ഞ് വഴക്കെന്ന് പറഞ്ഞാൽ അത് അവസാനിക്കുന്നില്ല. അപ്പോൾ നീ ബൈബിൾ എടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്ന ബൈബിൾ പേജ് എടുത്തിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് ബൈബിൾ വായിക്കുക. അപ്പോൾ മറ്റാൾക്ക് തോന്നിയത് കളിയാക്കിയാണ്, കുഴപ്പമില്ല. ബൈബിൾ എടുത്ത് മാറി എന്നിട്ട് വായിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എഴുതി വെച്ചോ. ഇപ്പോൾ മക്കളാണ് പ്രശ്നം ഉണ്ടാക്കണത്. ചിലവർ കൗൺസിലിനെ വിളിക്കും, എൻ്റെ മകൻ കുടിച്ചിട്ട് വന്നിട്ട് വലിയ ബഹളമാണ്, അടിക്കണം എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് കഷ്ടമാണ്. നിങ്ങൾ അതെന്താ കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ അടിക്കണമെങ്കിൽ നിങ്ങൾ സാത്താൻ്റെ പ്രദേശത്തിലായിരിക്കണം, അവൻ്റെ സ്ഥലത്തായിരിക്കണം. ദൈവ സാന്നിധ്യത്തിലാണെങ്കിൽ തൊടാൻ സാധിക്കില്ല. നിങ്ങൾ അവിടെ സൃഷ്ടിക്കണം, ദൈവ സാന്നിധ്യം സൃഷ്ടിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് ബൈബിൾ വായിക്കുക. ആദ്യം എളിമപ്പെടുക, ഒച്ചയെടുക്കരുത്. തിരിച്ച് എളിമപ്പെടണം. എങ്ങനെയാണ്? എളിമയുള്ളവർ അടിമയാകുക. തിരിച്ച് അവർക്ക് ന്യായീകരിക്കാൻ അധികാരമില്ല. തിരിച്ചൊന്നും സംസാരിക്കരുത്. അത് ദൈവം നോക്കും, ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. നീ സംസാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ തെറ്റുകാരിയായിപ്പോവും, തെറ്റുകാരനായിപ്പോവല്ലോ, കുഴപ്പമില്ല. ദൈവത്തിനാണ് നീ നോക്കേണ്ടേ. കൊളോസ്യർ 3:2 നിൻ്റെ ചിന്ത മുകളിലേക്കായിരിക്കണം, സ്വർഗത്തിലേക്കായിരിക്കണം. ദൈവം ഇതിനെ എങ്ങനെ കാണണം? മനുഷ്യരില്ല. നമ്മെല്ലാം മനുഷ്യരുടെ മുമ്പിൽ ന്യായീകരിച്ച് ഞാൻ ശരിയാണ്, ഞാനാണ് കറക്റ്റ്, എൻ്റെ ഭാഗത്താണ് ശരി, അത് കാണിക്കാനായി നമ്മൾ ശ്രമിക്കുകയാണ്. അതില്ല. നിൻ്റെ ചിന്ത ദൈവം ഇതിനെ എങ്ങനെ കാണണം?
നീ എളിമപ്പെടാനാ ദൈവം പറഞ്ഞിരിക്കണം. എളിമപ്പെടുമ്പോൾ നീ ഉയർത്തപ്പെടുന്ന ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നീ ഉയർത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്. തിരിച്ച് മിണ്ടരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ സാത്താനെതിരെ പുറപ്പാട് 14:14 നീ മിണ്ടാതിരിക്കുമ്പോൾ നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന. പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രശ്നം ഉണ്ടാക്കണം നിൻ്റെ ഭർത്താവോ ഭാര്യയോ മക്കളോ ആയിരിക്കില്ല. ഇല്ല, അത് ചെയ്യിപ്പിക്കുന്നത് സാത്താനാണ്. അവനിക്കെതിരെയാണ് യുദ്ധം വേണ്ടിയത്. അതിന് നീ മിണ്ടാതിരുന്നാലാ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ മിണ്ടിക്കൊണ്ടിരുന്നാൽ ചെയ്യില്ല, ദൈവത്തിന് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് പോയിൻ്റ് 1, 2, 3 എന്ന് പറഞ്ഞ പോയിൻ്റ് നോട്ട് ചെയ്ത് വെച്ചു. ഫസ്റ്റ് നീ എളിമപ്പെടണം. എളിമപ്പെടണമെന്ന് പറഞ്ഞാൽ നിന്നെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, നീ തർക്കിക്കരുത്, മിണ്ടാതിരിക്കണം. അപ്പോൾ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പിന്നെ അവിടെ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരാൻ ബൈബിൾ വായിക്കണം. അതാ ഉടമ്പടിയിൽ 1/2 മണിക്കൂർ നിങ്ങൾ ബൈബിൾ വായിക്കണം. അത് ഉറക്കത്തന്നെ വായിക്കണം. മനസ്സിൽ വായിച്ചിട്ട് കാര്യമില്ല. അത് വീടിൻ്റെ അകത്തിരുന്ന് നിങ്ങൾ ഉറക്കം വായിക്കണം. 4 അധ്യായം വായിക്കുമ്പോൾ 1/2 മണിക്കൂർ ആയിക്കോളും. അത് കാലത്തെ ഒരു അധ്യായം, സമയം കിട്ടുമ്പോൾ ഉച്ചയ്ക്ക്. എവിടെയാണ് ഇപ്പം നിങ്ങൾ ഭർത്താവാണ് പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ആ മുറിയിൽ കയറിയിട്ടാണ് ബൈബിൾ വായിക്കേണ്ടത്. അവർ വീട്ടിലില്ലാത്തപ്പോൾ, അവർ വീട്ടിലുള്ളപ്പോൾ അവർക്ക് പ്രശ്നമാണെങ്കിൽ വീട്ടിലില്ലാത്തപ്പോൾ. മകൻ എന്തെങ്കിലും അടിമത്വത്തിന് അവനിക്ക് എന്തെങ്കിലും ഉണ്ട്, അതിന് തിന്മയുടെ ശക്തിയിൽ അടിമയായിപ്പോയാൽ അവൻ കിടക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ച് ഞാൻ ബൈബിൾ വായിക്കും. പ്ലീസ് ദി ലോർഡ്. ഉറക്കെ വായിക്കണം. റോമ 1:16 വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. പിന്നെ ആ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ധ്യാനിക്കാതിരിക്കുക, എന്നുവെച്ചാൽ ഓർക്കാതിരിക്കുക. നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാത്താൻ ചെയ്യുന്ന പരിപാടി, ഒരു തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. നീ എതിനെ ധ്യാനിക്കുന്നോ അതാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. പ്രൈസ് ദി ലോർഡ്. അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ. നമുക്ക് ചിലപ്പോൾ കുറ്റബോധം വരും, ചിലപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് സഹതാപം തോന്നിക്കും. എനിക്ക് ആരുമില്ലല്ലോ. ഇതാണ് സാത്താൻ ആദ്യം ചെയ്യുന്ന പരിപാടി. എനിക്ക് ആരുമില്ലല്ലോ. അപ്പോൾ നീ ദൈവത്തിലിരുന്ന് അകന്നു പോവും. എനിക്ക് എൻ്റെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്തെങ്കിലും ദൈവമുണ്ട്, ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. പിന്നെ ചെയ്യേണ്ടത്, നിന്നെ ഉപദ്രവിക്കുന്നതിക്ക് വേണ്ടി, ഇത് പോയിൻ്റ് വീഡിയോ വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്കും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ പ്രാർത്ഥനാ വിഷയം, എനിക്കൊരു ഭവനം കിട്ടണേ, ഇല്ല എൻ്റെ ഈ പ്രശ്നം തീരണേ, അതില്ല. നിനക്ക് ആരെക്കൊണ്ടാണ് നിൻ്റെ ഹൃദയത്തിൽ മുറിവ് ഉണ്ടായിട്ടുള്ളതോ നിൻ്റെ ശത്രുവിന് വേണ്ടി നീ പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ആ ശത്രു നിൻ്റെ ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, നിൻ്റെ മനസ്സിലുള്ളത് ഭാര്യയായിരിക്കാം. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇതിലേതെങ്കിലും ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യും. പിന്നെ അനുദപിക്കുക, നമ്മളെ പാവത്തെ ചൊല്ലി ദിവസവും അനുദപിക്കുക. പ്രൈസ് ദി ലോർഡ്. പിശാച് നിങ്ങളെ തൊടില്ല, നിങ്ങൾ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവ സാന്നിധ്യത്തിലാണോ ഇല്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ദൈവ സാന്നിധ്യം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. പലവർക്കും ഇതാണ് സംഭവിക്കുന്നത്. ബൈബിൾ വായിക്കാൻ സാധിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും കുറ്റം പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതേപോലെ അവർ ചെയ്ത തിന്മ, എനിക്ക് ചെയ്ത ദ്രോഹം എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. മുറിവായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇതെല്ലാം നിനക്ക് ദൈവത്തെ അനുഭവിക്കാൻ താമസമുണ്ടാകും, തടസ്സമായിട്ട് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നീ ചെയ്യേണ്ടത് ഈ കാര്യമാണ്. എപ്പോഴും ഉടമ്പടി എടുത്തൊരു എളിമയായിട്ടിരിക്കുക.
എന്നിട്ട് മിണ്ടരുത്, തിരിച്ച് തർക്കിക്കാൻ പോകരുത്. തർക്കിക്കുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും. സാത്താൻ അവൻ്റെ പ്രദേശത്തിലേക്ക് കൊണ്ടുപോകും നിങ്ങളെ. മൂന്നാമത്തത്, ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. പിന്നെ ഈ നടന്ന വിഷയം, മുറിവ് ഉണ്ടായ വിഷയത്തെക്കുറിച്ച് ഓർക്കരുത്, വിട്ടുകളയണം. ഓർമ്മ വരുമ്പോഴത്തേക്ക് അത് ദൈവവചനം അതിന് പകരം ഓർക്കണം. അതിനാണ് അരമണിക്കൂർ ബൈബിൾ വായിക്കുമ്പോൾ അന്നത്തെ ദിവസം ആ വചനത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. ഈ വിചാരം വരുമ്പോൾ ആ വചനത്തെ ഓർക്കുക. അതിൽ 1-2 നിങ്ങളുടെ മനസ്സിൽ കൊള്ളുന്ന വചനം ഓർത്ത് വെച്ച് അതിനെ ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. പിന്നെ പ്രാർത്ഥനാ വിഷയം വരുമ്പോൾ ആരാണ് മുറിവേൽപ്പിച്ചതോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ആത്മാവ്, അവരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് ദൈവവചനം അനുസരിക്കുക. പിന്നെ എപ്പോഴും ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് നിറയാൻ നീ അനുദപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ചെയ്യണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ദൈവാനുഭവം ഉണ്ടാവും. ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. മാതാവ് നിങ്ങളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദിവസവും കുർബാനയ്ക്ക് പോയിരിക്കണം. അതൊരു തീരുമാനമാക്കി മാറ്റണം. പലവരും എന്നോട് പറയുന്നത്, ഇങ്ങനെ പറയുമ്പോൾ ദിവസം കുർബാനയ്ക്ക് പോകാൻ സാധിക്കാത്ത വീട്ടിലിരുന്ന് വളരെ ദൂരമാണ് പള്ളിയിൽ നിന്ന്. നിങ്ങളുടെ സ്വന്തം വീടാണെങ്കിൽ ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ പള്ളിയുടെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ വാടകയ്ക്കാതെ താമസിക്കണമെങ്കിൽ അത് പള്ളിയുടെ അടുത്ത് തന്നെ നോക്കുക. എന്നിട്ട് ദൈവത്തോട് ചോദിക്കുക, എനിക്ക് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കണം, എനിക്ക് ദിവസം നിൻ്റെ കുർബാന കൂടണമെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്ന, ആ ദാഹം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം സ്വന്തം വീട് തന്നെ തരും അവിടെ. പ്രൈസ് ദി ലോർഡ്.